ക്ലേശം അനുഭവിക്കേണ്ടി വരും. അന്യരുമായി അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ഇടപെടുമ്പോൾ നിങ്ങളുടെ രഹസ്യ കാര്യങ്ങൾ പറയാതിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ സുഹൃത്താണ്, ബന്ധുക്കളാണ് എന്ന് കരുതി നിങ്ങളുടെ രഹസ്യങ്ങൾ അവരോട് പറയുകയും അത് നിങ്ങൾക്ക് തന്നെ ഒരുപാട് ദോഷകരമായി വന്നു ചേരുകയും ചെയ്യും. ഈ ഒരു വർഷം ഞാൻ നേരത്തെ പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്കും വിജയിക്കുവാൻ സാധിക്കും. എക്സാമുകൾ എഴുതുന്നവർക്ക്, അതായത് PSC പോലുള്ള എക്സാമുകൾ എഴുതുന്നവർക്കും അവർക്ക് നല്ലൊരു സമയമാണ്. വിദേശത്ത് പോകുവാൻ വേണ്ടി ടെസ്റ്റുകൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്കും നേട്ടങ്ങളും വിജയങ്ങളും വരുന്ന സമയമാണ്. ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വിജയം വിദ്യാർത്ഥികൾക്ക് നേടുവാനും വിദേശ വിദ്യാഭ്യാസം എല്ലാം കഴിയുന്ന നല്ലൊരു സമയം തന്നെയാണ്. നിങ്ങളുടെ വസ്തുവിൽ നിന്നും ആദായം നിങ്ങൾക്ക് ലഭിക്കുവാനും സാധ്യതയുണ്ട്. കടങ്ങൾ വീട്ടുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. പ്രണയിക്കുന്നവർ നിങ്ങളുടെ പ്രണയം വിജയത്തിൽ എത്തിച്ചേരുവാൻ ഈ ഒരു വർഷം സാധിക്കും. എന്നിരുന്നാൽ കുടുംബജീവിതത്തിൽ നല്ലൊരു കലഹങ്ങൾ നടക്കുവാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി സംസാരം, പെരുമാറ്റം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക. കുടുംബത്തിനുള്ളിൽ ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, പിരിഞ്ഞ് മാറുക, അല്ലെങ്കിൽ അകന്നിരിക്കേണ്ടി വരിക, അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ദുഃഖകരമായ അനുഭവങ്ങൾ വരുവാൻ സാധ്യത ഉള്ളതിനാൽ കുടുംബത്തിനുള്ളിലെ പ്രശ്നങ്ങൾ, നിസ്സാരമായ പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഭാവിയിൽ വലുതായി മാറുവാൻ സാധ്യത ഉള്ളതിനാൽ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. നിസ്സാര കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കുന്നത് നല്ലതാണ്. ക്ഷമയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധം. കുടുംബജീവിതം സന്തോഷകരമായി കൊണ്ടുപോകുവാൻ പരസ്പരം ക്ഷമിച്ചും അഡ്ജസ്റ്റ് ചെയ്തും മനസ്സിലാക്കിയും പോകുന്നത് വളരെ നല്ലത് തന്നെയാണ്. നിങ്ങൾ ക്ഷമിക്കും തോറും നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുക തന്നെ ചെയ്യും. സന്തോഷകരമായൊരു ജീവിതത്തിന് സംസാരവും ക്ഷമയും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതം സ്വർഗ്ഗതുല്യമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ദോഷങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അതിനോടൊപ്പം ഭഗവാന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അർപ്പിക്കാം. വ്യാഴാഴ്ച ദിവസം, ബുധനാഴ്ച ദിവസങ്ങളിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അർപ്പിക്കാം. നിങ്ങളുടെ പക്കന്നാൾ വരുന്ന ദിവസങ്ങളിൽ പാൽപ്പായസ വഴിപാട് അർപ്പിക്കാം. നിങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ഉണ്ണിക്കണ്ണനെ നിങ്ങൾക്ക് പൂജയായിട്ടും വഴിപാടായിട്ടും അർപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുക തന്നെ ചെയ്യും.